ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ പിതൃക്കൾക്ക് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. നിങ്ങളുടെ പൂർവികർക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, ശേഷം റീഡിംഗ് കാണുക. സിക്സ് ഓഫ് വാൻഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഈ ഒരു പൂർവികർ, നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിച്ചത് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒരു സമാധാനത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു പക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കാം, ഇവർക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടായിരിക്കുമോ, അതല്ലെങ്കിൽ ഇവർ സന്തോഷത്തിലാണോ, ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ വിജയിക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു സോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അത് വേണ്ട എന്നുള്ള രീതിയിൽ നിർത്തിവെച്ച് അത് ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നിർത്തിവെക്കരുത്, അതുമായിട്ട് മുന്നോട്ട് പോവുക. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അതിലൊരു സക്സസ് ഉണ്ടാകുമെന്ന് ഈ ഒരു സോള് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അത് വേണ്ട എന്നുള്ള രീതിയിൽ ഉപേക്ഷിച്ച് നിർത്തിവെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതുമായി മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു വ്യക്തി വളരെയധികം സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. എയ്റ്റ് ഓഫ് സോർഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൂർവികർ ഇവിടെ പറയുന്നത്, ഇവിടെ ഒരു കണ്ണു മൂടപ്പെട്ട ഒരവസ്ഥ. അതായത് നിങ്ങൾ ഒരു സത്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് അത് വേണ്ട, അതല്ലെങ്കിൽ അത് ആ ഒരു രീതിയിൽ തന്നെ പൊയ്ക്കോട്ടെ, അതല്ലെങ്കിൽ അത് സമ്മതിച്ചു കൊടുത്തേക്കാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു രീതി നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ മാറ്റണമെന്ന് നിങ്ങളുടെ പൂർവികർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളോട് പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അത് അവരോട് തർക്കിക്കാൻ പോകണ്ട, അവരുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ, ഞാൻ ഒരുപാട് ഈ ഒരു കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് വേണ്ട. ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. അതായത് കണ്ണ് തുറന്ന് ചുറ്റുമുള്ള കാര്യങ്ങൾ കാണുക, അതിനുശേഷം ഒരു തീരുമാനം എടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. അതായത് ഒരു സാഹചര്യം, വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് വരാനായിട്ട് തയ്യാറല്ല. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു വിഷമത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി, ഈ ഒരു സോളിനെ കുറിച്ച്, ഈ മരിച്ചുപോയ ആ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അവരില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഞാൻ ഒരു ഒറ്റപ്പെട്ടു പോയി, ആളുണ്ടായിരുന്ന സമയത്ത് എനിക്ക് വളരെയധികം എൻ്റെ കൂടെ ചേർന്ന് നിന്ന വ്യക്തിയാണ്, ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിന്താഗതി നിങ്ങൾ മാറ്റുക എന്നുള്ളൊരു മെസ്സേജാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നത്. അതായത് സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ അത് സംഭവിച്ചു, അത് നടക്കേണ്ട കാര്യങ്ങളായിരുന്നു, അത് ദൈവത്തിൻ്റെ തന്നെ തീരുമാനമാണ്. അപ്പോൾ അതിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോവുക. അത് കൂടാതെ തന്നെ ഈ ഒരു വേദനാവസ്ഥയിൽ നിന്നും അടുത്ത സമയത്തായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയും നിങ്ങളിൽ നിന്നും അകന്ന് വിട്ട് ഈ ഒരു ഭൂമി വിട്ടു പോയതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആ ഒരു വേദനയിൽ നിന്നും നിങ്ങൾ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി കൈവരിച്ച് നിങ്ങൾ വരിക. അതുകൂടാതെ തന്നെ ചില ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ തൽക്കാലം ഒന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഏതൊക്കെ ഒരു സാഹചര്യങ്ങൾ ഈ ഒരു സമയത്ത് തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കണമെന്ന് ഈ ഒരു പൂർവികൻ, നിങ്ങളുടെ ആ ഒരു മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവ് ഇവിടെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ അവരെക്കുറിച്ച് നിങ്ങൾ അമിതമായി ചിന്തിച്ച് വേദനിക്കാതിരിക്കുക, അവർക്കായി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. കാരണം നിങ്ങൾ സന്തോഷിച്ചിരിക്കുന്ന ടൈമിലാണ് അവർക്കും ഇവിടെ സന്തോഷം കിട്ടുന്നതായിട്ട് കാണിക്കുന്നത്. അവരെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ ദുഃഖിക്കുകയാണെങ്കിൽ അവർക്കും അവരുടെ ആ ഒരു സോളിനും ഒരു സന്തോഷം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക, അതാണ് അവർക്ക് ഈ ഒരു സമയത്ത് ആവശ്യമായിട്ട് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവർക്കായിട്ട് നല്ല രീതിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ള സന്ദേശം?
ഫൈവ് ഓഫ് വാൻസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു, അതായത് ചുറ്റുമുള്ള ഒരു വ്യക്തികൾ അവരെ ഒരുപാട് മാനസികമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത്തരം വ്യക്തികൾ ഈ ഒരു റീഡിംഗ് കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കാണ് ഈ ഒരു റീഡിങ്. അതായത് നിങ്ങളുടെ പിതൃക്കൾ ഇവിടെ പറയുന്നത് ഒരുപാട് തർക്കത്തിന് ഈ ഒരു സമയത്ത് ആരോടും പോകേണ്ട, തൽക്കാലം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. അതിനോടൊപ്പം തന്നെ ചുറ്റുമുള്ള വ്യക്തികളെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ഇവിടെ ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തികൾ അത് നിങ്ങൾക്ക് കുറച്ച് ദോഷമുണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കുമെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചുറ്റുമുള്ള വ്യക്തികൾ അവരെ ഒന്ന് സൂക്ഷിച്ച് അവരെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ച്, അത് കൂടാതെ തന്നെ നല്ലവരെന്ന് കൂടെ നിൽക്കുന്ന വ്യക്തികളോട് പോലും ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ടു വാൻസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു, അതായത് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ ആക്ഷൻ എടുക്കാത്തൊരവസ്ഥ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് ഒരു പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു മെസ്സേജ് കൂടി കിട്ടുന്നുണ്ട്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു യാത്ര, അതല്ലെങ്കിൽ ഒരു ജോബുമായി ബന്ധപ്പെട്ട ഒരു യാത്രയൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നടക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി അതിനായിട്ട് മുന്നിട്ടിറങ്ങുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നിങ്ങളുടെ ഈ ഒരു പൂർവികർ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ചിന്തിച്ചിരിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ പൂർവികരും അത് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടും മറ്റു ചില തടസ്സങ്ങൾ കൊണ്ടും വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇനി നിങ്ങളുടെ ആ ഒരു ആഗ്രഹം വീണ്ടും അത് മനസ്സിൽ തന്നെ വെക്കാതെ നിങ്ങളത് ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഈ ഒരു പൂർവികൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളുടെ ഒരു പൂർവികരുടെ സന്ദേശമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്ദി വരട്ടെ. താങ്ക് യു.